ഞാൻ റിതു പാലക്കാട് നിന്നാണ് വരുന്നത്. ഞാൻ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം 2 വർഷം നീറ്റ് ട്രൈ ചെയ്തു. എന്തുകൊണ്ട് എനിക്കത് കിട്ടിയില്ല. അതിനുശേഷം ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും എനിക്ക് മെഡിക്കൽ ഫീൽഡിനാണ് താല്പര്യം. അപ്പൊ ഞാൻ വിചാരിച്ചു അവിടെ പോയിട്ട് നഴ്സിംഗ് ചെയ്യാം. പിന്നെയാണ് ഇങ്ങനെ അറിഞ്ഞ ലാംഗ്വേജ് പഠിക്കണം. പിന്നെ ലാംഗ്വേജ് പഠിച്ചു. ആക്ച്വലി ഞാൻ കോയമ്പത്തൂർ എക്സാം എഴുതാൻ പോയപ്പം അവിടെ നമ്മ പരിചയപ്പെട്ടതാണ് വിനോദങ്ങളെ. അപ്പോൾ വിനോദങ്ങളാണ് ഹയർ ആൻഡ് കെയറിനെ പറ്റി കൂടുതൽ പറഞ്ഞു തന്നത്, ബിജു സാറിനെ പറ്റിയും. അങ്ങനെ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തു. പിന്നെ അവരിങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തന്നു. ഓൾറെഡി ഞാൻ എൻ്റെ പ്രൊസീജിങ് കൊടുത്തത് ഫസ്റ്റ് ഉണ്ടായിരുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലാണ്. അപ്പൊ അവിടെ നിന്ന് എനിക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈക്ക് ഭയങ്കര ലാഗ് ആയിരുന്നു. പ്രത്യേകിച്ച് മൂവ്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് വിനോദങ്ങൾ എന്ന് പറഞ്ഞത്. അപ്പോ ഞങ്ങളത് ഫോർവേഡ് ചെയ്തു. ഓൾറെഡി ഞാൻ വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രോസസ്സിംഗ് കൊടുത്തോണ്ട് എനിക്ക് ഇവിടുത്തെ എക്സ്പീരിയൻസും അറിയാം, അതേപോലെ തന്നെ അവിടുത്തെ എക്സ്പീരിയൻസ് അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും ഹയർ ആൻഡ് കെയർ ഭയങ്കര ഫാസ്റ്റ് ആണ്. അതേപോലെ തന്നെ നമുക്കൊരു പ്രോപ്പർ ഗൈഡൻസ് തരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ബിസാർ ആണെങ്കിലും ആൻസിമം ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ അത് ക്ലിയർ ചെയ്ത് തരാറുണ്ട്. ആകെ എനിക്കുണ്ടായിരുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ വിസ അപ്പോയിന്റ്മെന്റ് ഡേറ്റ് കിട്ടാനായിരുന്നു. അപ്പോൾ അതും ഹയർ ആൻഡ് കെയർ തന്നെ ക്ലിയർ ചെയ്തതാണ്. സെപ്റ്റംബർ ഇൻടേക്കിൽ പോവില്ലെന്ന് വിചാരിച്ച് തന്നെ ഹയർ ആൻഡ് കെയർ കാരണമാണ് ഞാനിപ്പോൾ സെപ്റ്റംബർ ഇൻടേക്കിൽ പോകുന്നത്. ഏകദേശം ഞാൻ ഹയർ ആൻഡ് കെയറിനെ പരിചയപ്പെട്ടിട്ട് ഇപ്പോൾ ഒരു 5 months ആയിട്ടുണ്ടാവും. അതിനുള്ളിൽ തന്നെ എൻ്റെ വിസ വന്നു, എല്ലാം സെറ്റായി. ഭയങ്കര സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഒരു ബ്ലെസ്ഡ് ആയിട്ടൊരു ഫീലാണ്. കാരണം എല്ലാതും എൻ്റെ പെട്ടെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ പോകുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. പക്ഷെ എന്നാലും ഭയങ്കര സന്തോഷമാണ്. എൻ്റെ പേര് ദയ. ഞാൻ ഹയർ ആൻഡ് കെയറിനെ സമീപിച്ചത് എൻ്റെ മോള് റിതുവിന് വേണ്ടിയിട്ടാണ്. ഹയർ ആൻഡ് കെയറിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു പോസിറ്റീവ് റെസ്പോൺസ് ആണ് ഇന്ന് വരെ കിട്ടിയിട്ടുള്ളത്. ഇപ്പം എൻ്റെ മോള് ജർമ്മനിയിൽ ഹൗസ് ബിൽഡിങ്ങിന് മ്യൂണിക്കിൽ 1 മാസമായി പോയിട്ട്. അതിന് മുൻപ് ഞങ്ങൾ വേറൊരു കൺസൾട്ടൻസിനെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ഭാഗത്ത് നിന്ന് കിട്ടിയ റെസ്പോൺസ് എന്ന് വെച്ചാൽ ഞങ്ങൾ ഹയർ ആൻഡ് കെയറിനെ സമീപിക്കുന്ന വരെ ഇൻ്റർവ്യൂ അവർ തന്നിട്ടുണ്ടായിരുന്നില്ല. അതിനോരോ റീസൺ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് ടെൻഷനായി തുടങ്ങി. ഇവർ ഒരു പ്രോപ്പർ ആയിട്ടുള്ളൊരു വേലല്ല ഞങ്ങളെ കൊണ്ടുപോകുന്നതെന്ന് തോന്നി. ഈ മോളുടെ കൂടെ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുമ്പോൾ കൂടെ പഠിച്ചിരുന്ന ഒരു കുട്ടിയുടെ അച്ഛൻ വഴിയാണ്, അച്ഛൻ്റെ പേര് വിനോദ് എന്നാണ്, അവർ വഴിയാണ് ഞങ്ങൾക്ക് ഈ ഹയർ ആൻഡ് കെയറിൻ്റെ കോൺടാക്ട് കിട്ടുന്നതും. ഹയർ ആൻഡ് കെയറിലെ ബിജു സാറിനെ ഞങ്ങൾ കോൺടാക്ട് ചെയ്തു. ഞാനും മോളും കൂടെ സംസാരിക്കുന്ന രീതിയിലത്തെ ഒരു സൂം മീറ്റിംഗ് വെച്ചു. ഞങ്ങൾക്കൊരു ട്രസ്റ്റ് വർത്തി ആയിട്ട് തോന്നി. അപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു കൺസൾട്ടൻ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് ആൻസി മാമിനായിരുന്നു. ആൻസി മാം വളരെ നല്ല സപ്പോർട്ടായിരുന്നു. മോൾക്ക് വിസ വന്നു, എത്രയും പെട്ടെന്ന് മോൾക്ക് പോകാൻ പറ്റി. വളരെ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ശരിയായി. നമുക്കൊരു ടെൻഷനായിരുന്നു. കാര്യം മോള് തനിച്ചാണ് പോയിട്ടുണ്ടായിരുന്നത്. ആസ് എ പേരൻ്റ് എന്നുള്ള നിലയ്ക്ക് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ബിജു സാറ് പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. പിക്ക് ചെയ്ത് മോളുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് കൊണ്ടുപോയി അവൾക്ക് അവിടെയുള്ള കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി കൊടുത്ത് എല്ലാം വളരെ സപ്പോർട്ടീവായിട്ട് തന്നെ ഉണ്ടായിരുന്നത്. ബിജു സാറ് അവിടെ പിക്ക് ചെയ്ത് എത്തുന്ന വരെ ഞങ്ങൾക്ക് ടെൻഷനായിരുന്നു. ഒറ്റയ്ക്കാണ്, എന്താണ്, എങ്ങനെയാണെന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ, വേറൊരു രാജ്യം. അതൊക്കെ വെച്ച് നോക്കി. പക്ഷേ ബിജു സാറ് ഭയങ്കര സപ്പോർട്ടായിരുന്നു എല്ലാ കാര്യത്തിലും. മോളെ ഒരു കൂളാക്കാനും അതുപോലെ തന്നെ അവൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനും സാറുണ്ടായിരുന്നു ഒപ്പം തന്നെ. ഇത്രയും ട്രസ്റ്റ് വർത്തിയായിട്ടും ഇത്രയും സ്പീഡായിട്ടും സപ്പോർട്ടായിട്ടും ചെയ്യുന്ന ഒരു ഏജൻസി ഉണ്ടാവില്ല. അതിന് പെട്ടെന്ന് പോകാൻ പറ്റിയത് ഹയർ ആൻഡ് കെയറിനെ ഞങ്ങൾ സമീപിച്ചുകൊണ്ട് മാത്രമാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സാധിക്കുമായിരുന്നില്ല.